ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വില്ലേജ് കുക്കിംഗ് ചില്ലി ബീഫാണ്. ക്യാമ്പ് സൈറ്റിലിട്ട് ലൈവായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഹണ്ട് ചെയ്ത് ബീഫിൻ്റെ പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹണ്ടിങ് സീൻ എൻ്റെ അളിയൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ കണ്ടോ. ഓക്കെ, ലെറ്റ്സ് ഡു ദ ചില്ലി ബീഫ്. ഫ്ലാഷ് ബാക്ക്. നമ്മുടെ വില്ലേജ് കുക്കിങ്ങിന് വേണ്ടി നാടൻ പോത്തിറച്ചി സെറ്റ് ചെയ്യാൻ പോത്തിനെ Soon after. ചില്ലി ബീഫിനുള്ള ബീഫാ. സ്വപ്പം പുല്ലിട്ട് കൊടുത്തു. പശു തിന്ന് മയങ്ങിക്കോട്ട് നിന്നപ്പം കുറേ കൂടെ നൈസായിട്ട് ബീഫ് കെട്ടി. ഈസി ഈസി. ബീഫ് എഴുന്നേനാണോ പോയത്? ആ, അവന് പിന്നെ നടക്കാരനാണ്. അവൻ അറിഞ്ഞില്ല ചെത്തി കിടന്നത്. ഇതൊക്കെ എന്ത് ബ്ലേഡ് പോലെ അരിഞ്ഞെടുക്കാം. അതാകുമ്പോൾ ഈസിയിലേ അത് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. പോക്കിലോട്ട് ഇടുമ്പോഴേ അത് വേഗം. അതായത് ഇങ്ങനെ നല്ല ഒരു 1 മില്ലിമീറ്റർ ആ സീനിൽ വേണം ഇങ്ങനെ. പൊറോട്ടയും ചില്ലി ബീഫും ആണ് ഇന്നത്തെ സപ്പറിൻ്റെ സ്റ്റാർട്ടർ. ചിലപ്പോൾ ഫിനിഷറും അത് തന്നെയായിരിക്കും. ക്യൂബ്സ് ഓഫ് ഓണിയൻ. ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചേട്ടനാണ്. ക്യാപ്സിക്കോ നമ്മൾ ഇടുന്നുണ്ട്, പക്ഷേ ഇതൊരു ശാല എരിവുണ്ട്. അപ്പോൾ എരിവിന് വേണ്ടി ആലപ്പിനോയും ലുക്കിന് വേണ്ടി മറ്റേ ക്യാപ്സിക്കോ. പെട്ടെന്ന് പരിപാടി. ഇത് നമ്മുടെ വീട്ടിൽ ഹോം ഗ്രോണാണ്. ബാക്ക് യാർഡിലുണ്ടായ സാധനം. ഓർഗാനിക്. ശരിക്കും അങ്ങനെയാടാ, സത്യത്തിൽ വിശ്വസിക്കടാ മാൻ. ഒരു അഭ്യാസിയുടെ മെയ്വഴക്കത്തോടു കൂടി ഞാൻ വെളുത്തുള്ളി തെളിയിച്ചു. ക്യാപ്സിക്കം എടുക്കാൻ പോകും. ക്യാപ്സിക്കം ഇത് ഓർഗാനിക് നാടൻ ക്യാപ്സിക്കം ആണോ? ഓർഗാനിക് ഒന്നും അല്ല. ഇത് ഇന്നലെ റോഡി എവിടെ കെട്ടി തൂക്കിയിട്ട് പോയതാണ്. നശിപ്പിക്കും ഞാൻ, വെറുപ്പിച്ച് ഞാൻ കൊല്ലും. നിങ്ങളെ പിടിക്കാൻ വരുന്ന കരടി ആ ബ്ലഡിന്റെ മണം കേട്ട് അങ്ങോട്ട് പോകും. ഫ്രഷ് ബീഫ് ഉണ്ടെന്ന് ഞാൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത് കുറച്ച് വിനെഗർ ഒഴിച്ച് നമ്മൾ വേവിക്കും. സോയ സോസ് ഒഴിച്ചു. സോൾട്ട്, സോഡിയം ക്ലോറൈഡ്, NaCl. ഒലിവില്ല കാണിച്ചു തരാം. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കോച്ച് ഊപ്പി പോലെയൊക്കെ തോന്നും, ബട്ട് ഒലിവില്ല. സോയ സോസ്. അതല്ല, അത് കറങ്ങിട്ടില്ല. ഹോട്ട് പെപ്പർ സോസ്. ഇത് നമ്മുടെ നാട്ടിൽ ഗ്രീൻ സോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സാധനമാണ്. ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്. നീ മറ്റേ അടുത്ത് വെക്കേണ്ടി വരുമോ? നമ്മൾ ഓൾമോസ്റ്റ് അത് സെറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കും. ഗെറ്റ് ഡ്രൈ. അത് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്സിക്കോ, ബാക്കിയുള്ള പച്ചമുളക്, ഹാലപ്പീനോ അങ്ങനത്തെ സാധനം എല്ലാം കൂടി ഇടും. സ്പ്രിംഗ് ഓണിയൻ എല്ലാം. അതൊരു ഗ്രേവി പൊറോട്ട ഉള്ള കാരണം പക്ഷേ ഗ്രേവി വേണമെന്ന് സുഹൃത്തിൻ്റെ റിക്വസ്റ്റ് വന്നു. ക്യാമ്പിങ്ങിൻ്റെ രാത്രിയുടെ യാമങ്ങളിൽ കുക്കിംഗ് കഴിഞ്ഞു. ടച്ചിങ്സ് ഓഫ് ദ ചില്ലി ബീഫ് ഓഫ് ദ ഇന്ത്യ. Come on, ready. Touchings chili beef ready. പൊറോട്ട കൂട്ടി ഒരു അലക്കലക്കാം. അപ്പോൾ ഇത് വാടിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വേറൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം.